എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു പെണ്ണിന്റെ സ്നേഹം വേണ്ട. ഒരു പെണ്ണും എന്റെ ജീവിതത്തിൽ വേണ്ട. സാറേ, നീ എന്റെ മോനെ തോൽപ്പിച്ചില്ല മോളെ. സാറേ, ഒരു ഗാഥ നമ്മുടെ വീട്ടിലുള്ളപ്പോ വേറൊരു ഗാഥയെ വഴിയിൽ വെച്ച് കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാറേ? ഒരാൾ നമ്മുടെ കാറിൽ ഇരിക്കുമ്പോ വേറൊരാളെ വഴിയിൽ വെച്ച് കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറേ? ഒരാള് വീട്ടിലിരുന്ന് ഫോൺ ചെയ്യുമ്പോ മറ്റൊരാള് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങുന്നെന്ന് ഞാൻ പറഞ്ഞതല്ലേ സാറേ? അന്ന് എനിക്ക് വട്ടാണ്, വട്ടിനുള്ള ഗുളിക വാങ്ങിച്ച് കഴിക്കണമെന്ന് സാറ് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? ഉദയൻ, നിർമ്മല, കീർത്തി, എത്രയോ നാളുകളായിട്ട് ഞെട്ടിക്കുന്ന ഒരു രഹസ്യമുണ്ട്. എല്ലാവരും കൂടി നിങ്ങളെയൊക്കെ ചതിക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. അങ്ങനെയൊന്നുമില്ല. നവീന്റെ ഗാഥയുടെയും ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി അവര് കരുതി കൂട്ടി പറയുകയാണെന്ന് എത്ര വട്ടം പറഞ്ഞു. ആരാ ഞങ്ങളെ ചതിച്ചത്? എന്നെ ചതിച്ചതേ ദേ ഈ നിൽക്കുന്ന ഇവളാ. ഇവൾക്ക് എന്റെ രൂപം ഉണ്ടായി പോയി എന്നുള്ളതൊക്കെ സത്യ. പക്ഷേ ഈ നിൽക്കുന്ന നവീനെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും ഞാനാ. എന്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നോക്കിയതേ ഈ നിൽക്കുന്നവളാ. പലപ്പോഴും പലരും ഇവളെ തെറ്റിദ്ധരിച്ചിരിക്കുമ്പോ ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് തീരുമാനിച്ചിരിക്കായിരുന്നു ഞാൻ. പക്ഷെ അപ്പോഴൊക്കെ ഇവള് ഒന്ന് നിർത്താവോ? നീ ആരെ വിശ്വസിപ്പിക്കാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? എന്നെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ അത് വേണ്ട. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന ഗാഥ രണ്ട് രീതിയിൽ പെരുമാറുന്നത്. എന്നെ മനസ്സിറങ്ങി സ്നേഹിച്ചത് നീയാ. നീ തന്ന സ്നേഹത്തിനെയാണ് എന്റെ ഗാഥ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യമല്ലേ വേണം? നിങ്ങളുടെ മകള് കളറിച്ചിൽ നിന്ന് പുറത്തു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ വേഷം കെട്ടിച്ചത് ഇവളെയല്ലേ? ഇവളല്ലേ എന്നെ സ്നേഹിച്ചത്? പറ. മാണിക്കുഞ്ഞ്, എന്താ ഗാഥ മേഡം എപ്പോഴും ഒരുപോലെ പെരുമാറാത്തെന്ന് താൻ എന്നോട് ചോദിച്ചിട്ടില്ലേ? ഞാൻ വേദനയോട് തന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇതാണോ അതിന് കാരണം? നവീൻ ഇവർക്ക് മുന്നിലൊക്കെ ഒരു ബഫൂണാ. അവർക്ക് സൗകര്യം പോലെ കളിയാക്കി ചിരിക്കാനുള്ള ഒരുത്തൻ. നവീന്റെ ജീവിതം അവർക്ക് കയ്യിൽ വെച്ച് അമ്മാനമാടാം, താഴെയിടാം, ചവിട്ടി കൂട്ടാം. കാരണം നവീൻ ഒരു വിഡ്ഢിയല്ലേ? നവീൻ, ഇനി ആത്മാർത്ഥതയോടെ ഒരു വാക്കും എന്റെ അടുത്ത് പറഞ്ഞു പോകരുത്. വെരി ഗുഡ് മാഡം, യു ആർ ഗ്രേറ്റ്. അയൺ ലേഡി, നിങ്ങൾ ജയിച്ചു, നോ ഡൗട്ട്. കൺമുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു രജിസ്റ്ററിലെ കള്ളത്തരം പോലും ഒന്ന് കണ്ണ് ചിമ്മുന്നതിനിടയ്ക്ക് കണ്ടുപിടിക്കുന്ന നവീനെ ഇത്രയും കാലം പറ്റിച്ചല്ലോ. യു ആർ റിയലി ഗ്രേറ്റ്. ഇഷ്ടം, സ്നേഹം, പ്രണയം, അതിന് ജീവിതത്തിലുള്ള സ്ഥാനം, അതിന് ജീവിതത്തിലുള്ള വലിപ്പം, അതെനിക്ക് മനസ്സിലാക്കി തന്നത് താനാ. യു ആർ ഓൾസോ ചീറ്റഡ് മീ. എനിക്കിനി ആരും വേണ്ട. എനിക്കെന്റെ ജീവിതം തന്നെ മടുത്തു. എന്റെ ജീവിതത്തിൽ ഇനി എനിക്കൊരു പെണ്ണിന്റെ സ്നേഹം വേണ്ട. ഒരു പെണ്ണും എന്റെ ജീവിതത്തിൽ വേണ്ട. സാറേ, നീ എന്റെ മോനെ തോൽപ്പിച്ചില്ല മോളെ. ഇതാണോ നിങ്ങളൊക്കെ പറയുന്ന സ്നേഹം?
മനുഷ്യനെ കബളിപ്പിക്കാൻ സിത്താരെ, പക്ഷേ ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റില്ല. അയ്യോ അയ്യോ മമ്മി മമ്മി മമ്മി, നവീൻ പോകുന്നത് കണ്ടില്ലേ മമ്മി? എനിക്ക് എന്റെ നവീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നവീനെ വിളിക്കും മമ്മി, വിളിക്കും മമ്മി, മമ്മി നവീനെ വിളിക്കും. നവീൻ, നവീൻ പോകരുത്, അച്ഛനാ പറയുന്നത്. അച്ഛനീ സത്യം അറിയായിരുന്നു. മോനെ, എല്ലാം തീരുമാനിച്ചതും നടത്തിയതും സിത്താരയാണ്. വളരെ വൈകിയാണ് അച്ഛനും മുത്തശ്ശി ഇത് അറിയുന്നത്. തുറന്നു പറഞ്ഞ നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള പേടികൊണ്ടാ ഒന്നും പറയാതിരുന്നേ. സിത്താരയുടെ മകൾ ഗാഥയല്ല നീ താലി കെട്ടിയത്. നീ താലി കെട്ടിയത് കൃഷ്ണയാ. പാവമാണ് കൃഷ്ണ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവള്. അവളെ കുറിച്ചാ സിദ്ധനും പൂജാരിമാരും ജ്യോത്സ്യരൊക്കെ പറഞ്ഞത്. അവളാണ് കളരിക്കൽ കുടുംബത്തിന്റെ നാഗശാപം തീർത്തത്. അവളാണ് ദൈവം നിനക്ക് വിധിച്ച പെണ്ണ്. മോനെ, അമ്മ ഇപ്പോഴാ മോനെ ഇതൊക്കെ അറിയുന്നത്. സത്യം, എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ മോനെ ജീവനെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ കൃഷ്ണ. സാറേ, എനിക്കറിയാം സാറേ, സാറിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണില്ലാതെ സാറിന്റെ ജീവിതം പൂർണ്ണമാവില്ല എന്ന്. നവീൻ, ഞാനാണ് ഗാഥ ശ്രീനിവാസ്. ഞാനല്ലേ നവീനെ സ്നേഹിച്ചേ? ഞാനല്ലേ അപ്പൊ നവീൻ വേണ്ട. കൂടെ? നവീൻ, നവീന്റെ കൂടെ കളരിക്കലേക്ക് വരാൻ പോകുന്നത് ഞാനാ. ഇനി ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല നവീൻ. ഞാൻ നവീന്റെ ഒപ്പം നല്ല ഭാര്യയായിട്ട് ജീവിച്ചോളാം നവീൻ. അയ്യോ നവീൻ, മാറി നിൽക്കാം, അങ്ങോട്ട് മാറി നിൽക്കാം.